സക്സസ്ഫുൾനെസ്. കുറേ നാൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ഒരു മിനിമം ഒരു 4 മാസമെങ്കിലും ആയിട്ടുണ്ടാവും ഞാൻ വീഡിയോ ചെയ്തിട്ട്. ഞാൻ റീസൺ പറയുന്നില്ല, കാരണം ഞാൻ റീസൺ പറഞ്ഞ് ഞാൻ മടുത്തു, നിങ്ങൾ കേട്ട് മടുത്തതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു എംബ്രോയ്ഡറി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ നേരത്തെ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. വീഡിയോസ് ആയിരുന്നേ കാണുക, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഞാൻ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. ഷെയർ ചെയ്യാത്തൊരു കണ്ടൻറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്തത്. അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് ത്രെഡ് മാത്രമേ ഉള്ളൂ, പക്ഷെ നമുക്കുള്ളത് ചെയ്യാൻ. ഞാൻ നേരത്തെ ചെയ്ത് കുറേ ത്രെഡൊക്കെ തീർന്നു. വഴിയിൽ എന്തെങ്കിലും ഒരു തുണി എടുത്താൽ മതി. പിന്നെ ഒരു പോളിസ്റ്റർ മെറ്റീരിയൽ എന്തോ ആണ്. വീഡിയോ കാണുന്നത് പെർഫെക്റ്റ് വൈറ്റ് ഒന്നും അല്ല, വെട്ടടിച്ചാൽ വേണം കേട്ടോ. പെർഫെക്റ്റ് ആണ്, ഒരു മുക്കി പോലെയൊക്കെ ഇരിക്കുന്നത്. പിന്നെ കുറച്ച് ഫെയ്ഡ് ആയ തുണി അല്ലെങ്കിൽ അങ്ങനെയുള്ള തുണികൾ മതി, ബിഗിനേഴ്സ് ആണെങ്കിൽ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇന്ന് കുറച്ച് ലീവ്സിൻ്റെ പാറ്റേൺസ് ആണ് കാണിച്ചു തരുന്നത്. നമ്മൾ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുമ്പോൾ യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാകും ഡ്രസ്സസിൽ, അതുപോലെ ഇപ്പം ചീഫിൽ, അങ്ങനെ ഡ്രസ്സസിലാണ് ഏറ്റവും കൂടുതൽ നെക്കിൻ്റെ ബോർഡർ, കൈയുടെ ബോർഡറൊക്കെ ആയിട്ട് എംബ്രോയ്ഡറി വരുന്നത്. അപ്പം ഞാനിങ്ങനെ ക്ലോത്ത് എടുത്ത് എംബ്രോയ്ഡറി ഹൂപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. എന്നാൽ അതിനെ ടൈറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ സ്റ്റമക്ക് നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ പൊങ്ങിയിട്ടാണ് നിൽക്കുന്നത്. കുറച്ച് വലിഞ്ഞിരിക്കണം, ഒരുപാട് വലിച്ചത് കീറിപ്പോവും. അപ്പോൾ അത്രയും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ആൻഡ് അതിലോട്ട് ഞാൻ കുറച്ച് ലീവ്സിൻ്റെ പാറ്റേൺ ഗ്രീൻ കുറച്ച് വരച്ച് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഞാൻ ത്രെഡ് സൂചിയിൽ കയറ്റിയെടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഞാൻ ആദ്യം സൂചി കാണിച്ചായിരുന്നു. കുറച്ച് വലിയ ഹോളുകളാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ചെറുതിലൊക്കെ നൂല് കയറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ തന്നെയുള്ള സ്ട്രാൻഡ്സ് 12 സ്ട്രാൻഡ്സോ 6 സ്ട്രാൻഡ്സ് അങ്ങനെ ഉണ്ടോയെന്ന് തോന്നുന്നു, അത് നിങ്ങൾ മാറ്റിയെടുക്കണം. 6 സ്ട്രാൻഡ്സ് ഉണ്ടെങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്തെടുത്ത് 3 സ്ട്രാൻഡ്സ് ആണ് നിങ്ങൾക്ക് ചെറിയ ഹോളിൽ കൊണ്ട് ഇവിടെ ലീഫ് പാറ്റേൺ വെച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഭയങ്കര വെട്ടടിക്കുന്ന വെയിലുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കാട്ടാൻ മാറ്റിയിട്ടേക്കായിരുന്നു, അതിൻ്റെയാണ്. ഗോഡ്, അവസാനമൊക്കെ ഭയങ്കര വെയിലാണ്. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴെന്താ ശ്രദ്ധിച്ച്, സോറി. അപ്പം ഞാനിങ്ങനെ നൂല് കയറ്റിയിട്ട് ബാക്കിൽ കൊണ്ടുവന്ന് അങ്ങനെ കെട്ടിയിടുകയാണ്. എൻ്റെ പൊന്നെ ഒന്നും കാണത്തില്ലല്ലേ, എക്സ്പോഷർ കൂട്ടിയിട്ടേക്കുന്നവരുണ്ട്. സോറി, ഞാനത് റിപ്പീറ്റ് ചെയ്യില്ലെന്ന് ഞാൻ ശ്രമിക്കാം. അയ്യോ, ആ വെയിലടിച്ച് ഇത്രയും ഞാൻ കണ്ടില്ല. എനിവേ, ഇങ്ങനെ കയറ്റി ഇറക്കിയിട്ട് ഈ ഒരു പാറ്റേണിൽ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുത്തത്. ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള പാറ്റേൺ ആണ് കേട്ടോ. ഞാൻ ഈ വീഡിയോ കാണിക്കുന്നതെല്ലാം തന്നെ ഈസി ആയിട്ടുള്ളതാണ്. ഒരെണ്ണം ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, കാരണം അതിലേത് രീതിയിൽ സ്റ്റിച്ച് കൊടുക്കണമെന്ന് എനിക്ക് കുറച്ച് കൺഫ്യൂഷനായിരുന്നു. അപ്പം ഞാനതങ്ങ് സ്കിപ്പ് ചെയ്തു. പിന്നെ എന്നാ, അപ്പം നിങ്ങൾ അത്യാവശ്യം ഈസിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഈസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് മതി. ഇത് ഭയങ്കര ഈസി ആയിട്ടെന്ന് വെച്ചാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നെക്കിക്കടെ ലീവ്സിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എന്താ പറയുക, നെക്കിന് ഓരോ പാറ്റേൺ ഉണ്ടല്ലോ, ആ പാറ്റേണിനനുസരിച്ച് ഇത് ചെയ്യാൻ അടിപൊളിയാണ്, ഭയങ്കര ഈസി ആയിട്ട് പോകും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ക്യാപ്പ് വിട്ട് കഴിഞ്ഞാൽ അവിടെ ഫ്ലവറും വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾ വേണമെങ്കിൽ ഇത് ഇൻട്രസ്റ്റിംഗ് ആണ് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ഫ്ലവർ ചെയ്യുന്നതും എംബ്രോയ്ഡറി ഫ്ലവേഴ്സൊക്കെ ചെയ്യുന്നതും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതുപോലെ ജസ്റ്റ് ഇങ്ങനെ സിഗ്സാഗ് ആയിട്ടുള്ള പാറ്റേൺസ്, ലൈൻസ്, സ്ട്രാൻഡ്സ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതും ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണ് എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. പിന്നെ പുതിയ കൂട്ടുകാരാണ് ചാനൽ കാണുന്നെങ്കിൽ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്ത് വരുന്ന കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ നിൽക്കുക. അതിൽ നിന്ന് ഓൾ എന്ന ഓപ്ഷൻ നിൽക്കാൻ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ കാണാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഇനി എന്നാണോ എന്ത് വീഡിയോ ഇടാൻ പറ്റുന്നത് എനിക്കറിയാൻ പാടില്ല. ഭയങ്കര മടിയാട്ടോ സത്യമായിട്ടും. ബട്ട് ഞാൻ അത് ഇമ്പ്രൂവ് ചെയ്യും. മടി ഇമ്പ്രൂവ് ചെയ്യുന്നല്ല, വീഡിയോ ഇടാൻ ശ്രമിക്കാം. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഐഡിയാസോ കണ്ടൻസോ നിങ്ങൾക്ക് ചെയ്ത് കാണണം അങ്ങനെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തോളുക. ഓക്കെ, അപ്പോൾ ഇതേ ഞാൻ ചെയ്തുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു നൂല് പൊങ്ങി വന്നു. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. ഇങ്ങനെ കുറച്ച് അബദ്ധങ്ങളൊക്കെ പറ്റും. ആ സൂചിയുടെ ഹോള് ഭയങ്കര, എന്നുവെച്ചാൽ സൂചി ഇറക്കി കഴിയുമ്പോൾ ഭയങ്കര ഹോളായിരുന്നു അവിടെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു നൂല് കയറി വന്ന്, അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് കളഞ്ഞു. വലിച്ചെടുക്കൽ റിസ്ക്കാണ്. അങ്ങനെ ഇനി കുറച്ചിടത്തേക്ക് നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, എനിക്ക് ത്രോട്ട് കുറച്ച് ഇൻഫെക്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. ഓക്കെ,
ഈ ഒരു പാറ്റേൺ നെക്കിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാൻ നല്ല ഈസി ആയിട്ടുള്ളൊരു പാറ്റേണാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആദ്യം ഞാൻ തെറ്റിച്ചാണ് ചെയ്തിട്ടുള്ളത്, പിന്നെ അത് ശരിയാക്കി ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം നൂല് കയറ്റിയിട്ട് മുകളിൽ കൊണ്ടുവന്ന് കുറച്ചിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ വലിച്ച് വെച്ചിട്ട് അതേ സ്ഥലത്തേക്കൂടെ തന്നെ നൂലിനെ ഇറക്കി വിടുക. കയറ്റുന്നിടത്ത് തന്നെ കയറ്റിയിട്ട് ഇറക്കി വിടുക. ആൻഡ് ഇങ്ങനെ ഹൂപ്പ് പോലെ വലിച്ചു പിടിച്ചിട്ട് അതിൻ്റെ അകത്തേക്കണെ നൂലിനെ വലിച്ചെടുക്കുക. അപ്പം ഇങ്ങനൊരു എന്താ പറയുക, ഒരു ഹൂപ്പ് അങ്ങനെ ഒരു റാ പോലെ ഒരു സംഭവം കിട്ടും. നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഫൈനലി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഒരു പാറ്റേൺ ഞാൻ വിട്ടിട്ടുണ്ട്. എല്ലാ ഡിസൈനും ഞാൻ ക്ലോസ് ആയിട്ട് കാണിക്കും, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയായിരിക്കും എൻ്റെ ലുക്കെന്ന്. പിന്നെ ആ കാണുന്നത് ഞാനൊരു ഫ്ലവർ ചെയ്തിട്ട് ഗ്രീൻ വെച്ച് തന്നെ ചുമ്മാ എൻ്റെ ഒരു ഗ്യാപ്പ് കണ്ടപ്പോൾ എനിക്ക് എന്തോ തോന്നിയിട്ട് ഞാനൊരു ഫ്ലവർ ചെയ്തതാണ്. ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് മണ്ടാലായിട്ടോട് മണ്ടാലം പോട്ടെ എംബ്രോയ്ഡറി ബോക്സോട് ഞാൻ കാണിച്ചു തരാം. ഒക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക്സ്. ഇപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ കൂട്ടുകാരാണ് ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്ത് വരുന്ന ബെല്ലൈക്കണെ ഞെക്കി അത് വരുന്ന ഓൾ എന്ന ഓപ്ഷൻ നിൽക്കുക. അപ്പോൾ അടുത്തൊരു അടിപൊളി കണ്ടൻറ്റായിട്ട് വരുന്നവരെ ബൈ, ടേക്ക് കെയർ.